ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു റാഗി മഷ്റൂം സൂപ്പാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. രാത്രിയിൽ ചോറിന് പകരം ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ശരീരഭാരം കുറഞ്ഞും കിട്ടും, പൊണ്ണത്തടിയും വയറും ഒക്കെ കുറഞ്ഞു കിട്ടും. അതിൽ ഞാനൊരു 2-3 മഷ്റൂം എടുത്തിട്ടുണ്ട്. ഒരു ശകലം വലുതായിരുന്നു. അത് ഞാൻ ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിൽ 10-15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവോളയും 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞാണ്. വെളുത്തുള്ളി ചതച്ചോ ചെറുതായിട്ട് അരിഞ്ഞ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു നെയ്യ്, ബട്ടറിന് പകരം നമുക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം അതിലേക്ക് ഞാൻ ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള ഇടാം. സവോള ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യുന്നത്. ഈ സൂപ്പെന്ന് പറയുന്നത് പോഷകസമൃദ്ധവും ആരോഗ്യകരമായ ഒരു ഭക്ഷണം തന്നെയാണ് സൂപ്പ്. ഇതിൽ ധാരാളം റാഗി ആയതുകൊണ്ട് മറ്റേ നമ്മൾ മൈദ ഉപയോഗിച്ചുള്ള സോപ്പല്ല ഇത്. റാഗി കൊണ്ടുള്ളതിന് ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒന്ന് തന്നെയാണ്. അനീമിയൊക്കെ ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് ഈ റാഗി സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മഷ്റൂം കുക്ക് ചെയ്യുമ്പോഴത്തേന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ധാരാളം വെള്ളം വീണ്ടും ഉണ്ട്. ആ വെള്ളം ഒന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോകണം. അപ്പം തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്തും കിട്ടത്തില്ല. അതുമല്ല ഒരുമാതിരി റബ്ബർ പോലെയാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തുറന്ന് വെച്ച് തന്നെ ഈ മഷ്റൂം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വന്ന് വേഗം തന്നെ ആ വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. വേഗം മഷ്റൂം വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്കൊരു ബൗളിലേക്ക് 2 സ്പൂൺ റാഗി പൗഡർ എടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കൂണിലേക്ക് ഒഴിക്കുമ്പോൾ വീണ്ടും പെട്ടെന്ന് തിക്കായി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുന്നത്. പിന്നെ കൂണിവിടെ ആ സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, അതിൽ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ നമുക്കിതിലേക്ക് സൂപ്പിന് ആവശ്യമായ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഈ മഷ്റൂമിനും റാഗിക്കും ഒക്കെ കൂടിയുള്ള കുരുമുളക് ഇപ്പം തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനായ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് ശകലം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ആ സൂപ്പിലെ റാഗി മിക്സിങ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ടിയായി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതുണ്ട്, ഈ വെള്ളം ഇങ്ങനെ ചെറുതായി തിളച്ച് തുടങ്ങും. അത് നല്ല തിള വന്നതിന് ശേഷം നമുക്ക് പറ്റിപ്പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ റാഗി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് വെച്ചിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പോവും. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണം. വേഗം കട്ടയായിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ തന്നെ ഒഴിക്കാൻ നോക്കണം. നല്ല നമ്മൾ വേറെ ഇതിനകത്ത് ക്രീമൊന്നും ചേർക്കുന്നില്ല. പകരം തേങ്ങാപ്പാലാണ്. 1-ാം പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ ക്രീമി ആയിട്ടുള്ള ക്രീമില്ലാത്ത സൂപ്പ് കിട്ടും. വളരെ ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എല്ലാ നൈറ്റിലും ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കും. വേഗം വയറ് ഫില്ലാകുകയും ചെയ്യും. ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് വേഗം വയറ് ഫില്ലാകുകയും കിട്ടും. പിന്നെ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസൊക്കെ ഇതിലുള്ളത് കൊണ്ട് വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഏകദേശം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞ് ഇതിലേക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യണം. കാരണം ഒരു ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ പിന്നെ സ്പ്രിംഗ് ഒനിയൻ, പിന്നെ മല്ലിയില ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിളായ ഓപ്ഷനിലാണ്. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, ടേസ്റ്റ് കൂടും.
ശകലം കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായൊരു മഷ്റൂം റാഗി സൂപ്പ് റെഡിയാവും. ക്രീമൊന്നും ഇല്ലാത്ത ക്രീമി ആയിട്ടുള്ളൊരു മഷ്റൂം റാഗി സൂപ്പാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നൈറ്റിൽ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നീട് നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നത് ചുമ്മാ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറയ്ക്കാനൊന്നും കരുതിയാൽ കുറയില്ല. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് നടക്കുക, ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കൂടെ ചെയ്യണം. എന്നാലേ നമ്മുടെ വയറും വെയിറ്റും ഒക്കെ കുറഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം റാഗി സൂപ്പാണ്. ക്രീമൊന്നും ഇല്ലാത്ത ക്രീമി റാഗി മഷ്റൂം സൂപ്പ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു.